അപ്പോൾ വാഗമൺ പോകാൻ വേണ്ടി അതിരാവിലെ 6 മണിക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്ത് 7 മണിക്ക് നമ്മളങ്ങനെ ഇറങ്ങി. പോകുന്ന വഴിക്കാണ് മനസ്സിലായത് ഇന്ന് ഇലക്ഷൻ റിസൾട്ട് ആണെന്നും അതിൻ്റെ ബ്ലോക്ക് അങ്ങറ്റം വരെയും ഉണ്ടായിരിക്കുമെന്നും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായി ചട്നി മാമി എന്ന് പറഞ്ഞ കടയിലാണ് കയറിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത്. ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നും മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. സ്ഥലം കൊള്ളാം, അടിപൊളിയായിരുന്നു. നല്ല കിടിലൻ ആംബിയൻസും എല്ലാം ഉള്ളൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. കുറച്ച് വെയിറ്റിംഗ് ടൈം ഉള്ളായിരുന്നുകൊണ്ട് അവിടെ ഒന്ന് കറങ്ങി നടന്നിട്ട് പതുക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ എന്തായാലും നമുക്കുള്ള ടൈമായി. അകത്ത് കയറി. അവിടെയും നല്ല ആംബിയൻസ് ആയിരുന്നു, നല്ല ഇൻറ്റീരിയർ ആയിരുന്നു, നല്ല ക്രൗഡഡും ആയിരുന്നു. അതുപോലെ ഫുഡാണെങ്കിലും അത്യാവശ്യം അടിപൊളി തന്നെയായിരുന്നു. നമ്മൾ മസാല ദോശയും ഒരു വടയും കഴിച്ച് യാത്ര അങ്ങോട്ട് മുന്നോട്ട് പോയി. പിന്നെയും 1 മണിക്കൂർ മുന്നോട്ട് പോയി. പോകുന്ന വഴിക്കെല്ലാം ഇലക്ഷൻ്റെ ആഘോഷങ്ങളും ബഹളങ്ങളും ഒക്കെ കാണാമായിരുന്നു. അതൊക്കെ ഒരു രസമായിരുന്നു. അങ്ങനെയാണ് ഒരു ഫ്രൂട്ട്സ് കട ഉണ്ട്. നമ്മൾ അവിടെ നിർത്തി കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി. പിന്നെ ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്തപ്പോഴേക്കും ഒരു കരിമ്പിൻ ജ്യൂസ് കുടിക്കാമെന്ന് വെച്ചു. അങ്ങനെ കരിമ്പിൻ ജ്യൂസും കുടിച്ച് ആ ഒരു കാടിൻ്റെ വൈബൊക്കെ എൻജോയ് ചെയ്ത് പിന്നെ പോകുന്ന വഴിക്കെല്ലാം അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. അങ്ങനെ കുറ്റിക്കാണത്ത് എത്തിയപ്പോൾ നമ്മൾ തേയില എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാമെന്ന് വെച്ചു. നമുക്ക് ആംബിയൻസ് ആണല്ലോ മെയിൻ. അപ്പം നല്ല ആംബിയൻസോട് കൂടിയിരുന്ന് ഒരു കോൾഡ് കോഫിയും കുറച്ച് ആപ്പിൾ കേക്കും കഴിച്ചിട്ട് നമ്മൾ പിന്നെയും യാത്ര തുടർന്നു. അവിടുന്ന് പിന്നെയും പോകണം, ഒരു 1 അവർ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ. പക്ഷെ നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. നമ്മൾ കുറച്ചൊക്കെ നിർത്തി കണ്ടു. അങ്ങനെ ഫൈനലി ഒരു 5.5 മണിക്കൂറിന് ശേഷം നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിലെത്തി. പ്രോപ്പർട്ടിയിലെ വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ബൈ ഗൈസ്.